ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ക്ലാസ് ഇവിടെ നിടുന്നുണ്ട്, പക്ഷേ അത് കൂടുതൽ പേർ പ്രയോജനപ്പെടുത്തുന്നില്ല. അതിന് ഈ ക്ലാസ്സിൻ്റെ ക്വാളിറ്റി കുറവാണോ, അല്ല ഇത് ആപ്പാക്കാത്തതുകൊണ്ടാണോ, ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഏതായാലും വളരെ കുറച്ച് കുട്ടികൾ ഇത് കാണുന്നുണ്ട്. അതുകൊണ്ട് എനിക്കതിനകത്തൊരു സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാത്തതുകൊണ്ട് വീട്ടിൽ ക്ലാസ് ഇടുകയാണ്. ഇതൊരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടി നടത്തുന്ന ക്ലാസ് ആയിരുന്നെങ്കിൽ ഇത് എന്നേ നിർത്തിപ്പോകുമായിരുന്നു. കാരണം ഇത് നടത്തിയിട്ട് കാര്യമില്ല. ഏതായാലും കുറച്ച് പേരെങ്കിലും കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇന്ന് ഒരു 15 മിനിറ്റുള്ള ക്ലാസ് ഇട്ട് നോക്കാം. എത്ര പേര് കാണുമെന്ന് നോക്കാം. ഞാൻ പല പരീക്ഷണങ്ങൾ നടത്തുകയാണ്. താല്പര്യമുള്ളവർ കുറഞ്ഞു വരികയാണ്. മാത്രമല്ല, ഇന്നലത്തെ അധികാരികളുടെ ഒരു പ്രസ്താവന ഞാൻ കണ്ടു. LP-UP സമരത്തോടനുബന്ധിച്ച് നടന്നൊരു പ്രസ്താവനയാണ്. ഏകദേശം 600 പോസ്റ്റ് LP-UPയിൽ ഇപ്പോൾ തന്നെ സർപ്ലസായി നിൽക്കുകയാണ്. പ്രൊട്ടക്റ്റഡ് അധ്യാപകർ നിൽക്കുകയാണ്. അത് 600 പേര് ഗവൺമെൻറ് പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ഒരു 6000 പേരെങ്കിലും പ്രൈവറ്റിൽ നിന്ന് പ്രൊട്ടക്റ്റഡായിട്ട് ഗവൺമെൻറ്റിലേക്ക് വരാൻ നിൽക്കുകയാണ്, പൈസ കൊടുത്ത് ജോലി വാങ്ങിയവർ. അതുകൊണ്ട് ആ LP-UP നോട്ടിഫിക്കേഷൻ ഇനി കുറേ കാലത്തേക്ക് നിർത്തിവെക്കണം. നോട്ടിഫിക്കേഷൻ വരുത്തുന്നതിൽ കോച്ചിങ് സെൻറ്റേഴ്സിന് എന്തെങ്കിലും സ്വാധീനമുണ്ടോ എന്ന് ഗവൺമെൻറ് പരിശോധിക്കണം. ഇതാര് പറഞ്ഞിട്ടാണ് ഈ നോട്ടിഫിക്കേഷൻ വരുന്നത്? ജനങ്ങളുടെ ഇടയിൽ ഒരു സംസാരമുള്ളത്, ഈ നോട്ടിഫിക്കേഷൻസ് എല്ലാം കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെ അഭിപ്രായ പ്രകാരമാണ് വരുന്നത്. അവ ഈ സ്ഥാപനത്തിൽ നിന്ന് പണം ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വരുത്തുന്നത് ആവശ്യമില്ലാതെ. ഇത് ഗവൺമെൻറ് ഒന്ന് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. നമുക്ക് ഒരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് ആരാണ്? ഫസ്റ്റ് എയ്ഡിൻ്റെ പിതാവ്. ഫസ്റ്റ് എയ്ഡ് ഇന്ത്യയിൽ ഫസ്റ്റ് എയ്ഡിൻ്റെ പിതാവില്ല. ഫസ്റ്റ് എയ്ഡിൻ്റെ പിതാവ്, പ്രഥമ ശുശ്രൂഷയുടെ പിതാവ്. പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് എന്ന് പറയുന്നത് ഫ്രെഡറിക് ഇസ്മാർക്കാണ്. ഫ്രെഡറിക് ഇസ്മാർക്ക്. ഫ്രെഡറിക് ഇസ്മാർക്ക്. അപ്പോൾ ഈ ഫ്രെഡറിക് ഇസ്മാർക്കിനെയാണ് പ്രഥമ ശുശ്രൂഷയുടെ പിതാവെന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു ജർമ്മൻ മിലിറ്ററി എഞ്ചിനീയറാണ്, ഒരു ജർമ്മൻകാരനാണ്. അതും മനസ്സിലാക്കി വെച്ചേക്കുക. ജർമ്മൻ മിലിറ്ററി എഞ്ചിനീയറാണ് ഫ്രെഡറിക് ഇസ്മാർക്ക്. ഈ അടുത്ത കാലത്ത് PSC പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ജർമ്മനിയുടെ ഏകീകരണം നടന്നത് 1990-ലാണ്. ജർമ്മനി ഒരു യൂറോപ്യൻ രാജ്യമാണ്. ജർമ്മനിയുടെ യഥാർത്ഥ ഏകീകരണം ആദ്യം നടത്തിയത് ഓട്ടോ വോൺ ബിസ്മാർക്കാണ്. ജർമ്മനിയുടെ ഏകീകരണം നടന്നത് 1990-ലാണ്. റഷ്യ തകർന്നത് 1991-ലും സൗത്ത് ആഫ്രിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1994-ലാണെന്നും മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്. ജർമ്മനിയിലെ ഓട്ടോ വോൺ ബിസ്മാർക്കാണ് ജർമ്മനിയുടെ ഏകീകരണം പൂർത്തീകരിച്ചത്. അതുകൊണ്ട് ജർമ്മനിയെ ഏകീകരിച്ചത് ബിസ്മാർക്കാണെങ്കിൽ ഇന്ത്യയെ ഏകീകരിച്ചത് സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനുമാണ്. അതുകൊണ്ട് ഇന്ത്യൻ ബിസ്മാർക്ക് എന്ന് സർദാർ വല്ലഭായ് പട്ടേലിനെ വിളിക്കുന്നു. അതും ഇവിടെ ഒന്ന് മനസ്സിലാക്കി വച്ചേക്കുക. അപ്പോൾ ഫ്രെഡറിക് ഇസ്മാർക്ക് പ്രഥമ ശുശ്രൂഷയുടെ പിതാവാണ്. ഹിസ്റ്ററിയുടെ പിതാവ് ഹെറോഡോട്ടസ്, നമുക്കെല്ലാവർക്കും അറിയാം. എക്കണോമിക്സിൻ്റെ പിതാവ് ആഡം സ്മിത്ത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹോമിയോയുടെ പിതാവ് ഹാനിമാൻ. അലോപ്പതിയുടെ പിതാവെന്ന് പറയുന്നത് ഹിപ്പോക്രാറ്റ്സ് ആണ് അലോപ്പതിയുടെ പിതാവെന്ന് പറയുന്നത്. ഇത് ഓർമ്മിച്ച് വെച്ചേക്കുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞതല്ലോ. പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് ഫ്രെഡറിക് ഇസ്മാർക്ക്. ഹി വാസ് എ ജർമ്മൻ മിലിറ്ററി എഞ്ചിനീയർ. ശരി, രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. യക്ഷഗാനം കർണാടകത്തിലും കേരളത്തിലുമുണ്ട്. കാസർഗോഡ് യക്ഷഗാനമുണ്ട്, ഒരു കലാരൂപമാണ്. അതിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് പാർത്തി സുബ്ബയ്യ. ഈ പാർത്തി സുബ്ബയ്യ കാസർഗോട്ടെ കുംബ്ള എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചതെന്ന് വിശ്വസിക്കുന്നു. കുംബ്ള. അപ്പോൾ യക്ഷഗാനത്തിൻ്റെ പിതാവ് പാർത്തി സുബ്ബയ്യ കാസർഗോഡാണ് ജനിച്ചതെന്ന് വിശ്വസിക്കുന്നു. അതും ഓർമ്മിച്ച് വെച്ചേക്കുക. യക്ഷഗാനം കർണാടകത്തിലാണ്, എന്നാൽ ഭരതനാട്യം തമിഴ്നാട്ടിലാണ്.
മോഹിനിയാട്ടം, കഥകളി ഒക്കെ കേരളത്തിലാണെന്നും മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം കൂടെ നമുക്ക് നോക്കാം. LPGയുടെ UN നമ്പർ എത്ര? LPGയുടെ UN നമ്പർ, ഇത് ട്രാൻസ്പോർട്ടൊക്കെ ചെയ്യുന്നതിന് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. LPGയുടെ UN നമ്പറാണ് 1075. ഇത് പരീക്ഷയ്ക്ക് ഇടയ്ക്ക് ചോദിച്ചാണ്. 1075 LPGയുടെ UN നമ്പർ 1075, അതും ഓർമ്മിച്ച് വെച്ചേക്കുക. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രം വരച്ചതാര്? റിലീഫ്, ആശ്വാസം, റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രം വരച്ചത് തോമസ് ജോൺ ബാർക്കറാണ്. തോമസ് ജോൺ ബാർക്കറാണെന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. ഗ്രാമീണ ചെണ്ടക്കാരൻ നന്ദലാൽ ബോസ്, അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സതി നന്ദലാൽ ബോസ്. ഭരണഘടനയുടെ ലേ ഔട്ട് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയുടെ ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് ആണെന്ന് മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്. ഗ്രാമീണ ചെണ്ടക്കാരൻ നന്ദലാൽ ബോസ് ആണെന്ന് മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്. റിലീഫ് ഓഫ് ലക്നൗ അത് ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 മെയ് 10-നാണ് മീററ്റിൽ പൊട്ടിപ്പുറപ്പെട്ടു. മീററ്റ് ഉത്തർപ്രദേശിലാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ. പാകിസ്ഥാൻ പ്രമേയം അവതരിപ്പിച്ചതാര്? പാകിസ്ഥാൻ പ്രമേയം അവതരിപ്പിച്ചത് സിക്കന്ദർ ഹയാത്ത് ഖാനാണ്. സിക്കന്ദർ ഹയാത്ത് ഖാൻ എഴുതിയിടണോ? സിക്കന്ദർ ഹയാത്ത് ഖാൻ, മുഹമ്മദ് സഫറുള്ള ഖാൻ, ഇവർ രണ്ടുപേരും കൂടെയാണ് അത് ഡ്രാഫ്റ്റ് ചെയ്തത്. പാകിസ്ഥാൻ പ്രമേയം ഡ്രാഫ്റ്റ് ചെയ്തത് മുഹമ്മദ് സഫറുള്ള ഖാനും സിക്കന്ദർ ഹയാത്ത് ഖാനുമാണ്. PSCക്ക് ചോദിച്ചത് സിക്കന്ദർ ഹയാത്ത് ഖാനാണ് ചോദിച്ചത്. ഇവിടെ നിന്നൊരു ചെറിയ നോളജ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ പാകിസ്ഥാൻ പ്രമേയം അവതരിപ്പിച്ചത് 1940 മാർച്ച് 23-നാണ്. ആ മാർച്ച് 23-നാണ് ലാഹോർ റെസല്യൂഷൻ, ലാഹോർ പ്രമേയം പാസ്സാക്കിയത് 1940 മാർച്ച് 23. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ലാഹോർ റെസല്യൂഷൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ലാഹോർ പ്രമേയം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ചേർത്ത് ഒരു പുതിയ രാജ്യം രൂപീകരിക്കണം എന്നാണ് ലാഹോർ റെസല്യൂഷൻ ആവശ്യപ്പെട്ടത്. 1940 മാർച്ച് 23. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ലാഹോർ റെസല്യൂഷൻ. ഈ ലാഹോർ റെസല്യൂഷൻ്റെ അധ്യക്ഷനായിരുന്നു മുഹമ്മദ് അലി ജിന്ന. മുഹമ്മദ് അലി ജിന്ന ലാഹോർ റെസല്യൂഷൻ്റെ അധ്യക്ഷനായിരുന്നു എന്നുള്ള മനസ്സിലാക്കുക. ഈ പ്രമേയം എഴുതി തയ്യാറാക്കിയതാണ് മുഹമ്മദ് സഫറുള്ള ഖാനും അതുപോലെ തന്നെ സിക്കന്ദർ ഹയാത്ത് ഖാനുമാണ് ഇതെഴുതി തയ്യാറാക്കിയതെന്ന് മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്. പാകിസ്ഥാനെക്കുറിച്ച് പറഞ്ഞപ്പോൾ 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളടുത്ത് പറയാം. ഒന്ന്, പാകിസ്ഥാൻ റിപ്പബ്ലിക് ആയതെന്നാണ്. റിപ്പബ്ലിക് എന്ന് വെച്ചാൽ പാകിസ്ഥാൻ്റെ ഒരു ഭരണഘടന ഉണ്ടായത്, ആ ഭരണഘടന അംഗീകരിച്ചത്. പാകിസ്ഥാൻ എത്ര പേർക്കറിയാം? പാകിസ്ഥാൻ റിപ്പബ്ലിക് ആയത് 1956 മാർച്ച് 23-നാണ്. പാകിസ്ഥാൻ റിപ്പബ്ലിക് ആയത്, അതായത് പാകിസ്ഥാന് ഒരു ഭരണഘടന നിലവിൽ വന്നത് 1956 മാർച്ച് 23. അവിടുത്തെ റിപ്പബ്ലിക് ഡേ ആണ് മാർച്ച് 23. എന്നാൽ പാകിസ്ഥാൻ രൂപീകരിച്ചത് 1947 ഓഗസ്റ്റ് 14-നാണ്. ഓഗസ്റ്റ് 14-നാണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ നമ്മൾ സംസാരിച്ചു വന്നത് ലാഹോർ റെസല്യൂഷനെ കുറിച്ചാണ്. ലാഹോർ റെസല്യൂഷൻ 1940 മാർച്ച് 23-നാണ്. 3 ദിവസം നീണ്ടു നിന്ന ഒരു സമ്മേളനമായിരുന്നു. ഈ സമ്മേളനത്തിൽ അധ്യക്ഷൻ മുഹമ്മദ് അലി ജിന്നയായിരുന്നു. ഇതിൽ പ്രമേയം അവതരിപ്പിച്ചത് സിക്കന്ദർ ഹയാത്ത് ഖാനും മുഹമ്മദ് സഫറുള്ള ഖാനുമാണെന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് പാകിസ്ഥാൻ രൂപീകരിക്കാനുള്ള തീരുമാനം അവിടെ ഉണ്ടായതെന്ന് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ രൂപീകരിച്ചത് 47 ഓഗസ്റ്റ് 14-ാം തീയതി. പാകിസ്ഥാൻ റിപ്പബ്ലിക് ആയത് 1956 മാർച്ച് 23. മാർച്ച് 23-നാണ് അവരുടെ റിപ്പബ്ലിക് ഡേ. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26-ആണ്. ജനുവരി 26-ആണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ എന്നും എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്. അടുത്ത ഒരു കാര്യത്തിലേക്ക് ഞാൻ കിടക്കാൻ പോവുകയാണ്. എല്ലാവരും ബോർഡിലേക്ക് വരിക. ഒരു ചെറിയ ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്, കാരണം വലിയ ക്ലാസ് ഇട്ടിട്ട് നിങ്ങൾ കാണുന്നില്ല. ഞാൻ പൈസ വെച്ച് നടത്തിയിരുന്നെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് കാണുമായിരുന്നു. അതായത് ഞാൻ വയസ്സായതുകൊണ്ടാണ് കാണാത്തത്. എന്നോടുള്ള ഇഷ്ടമൊക്കെ പോയല്ലേ? ശരി, നോക്കോ.
അടുത്തത് ട്രിഗാൽ അല്ലെങ്കിൽ ത്രികാൽ, ജൻകാൽ. അകാൽ, ട്രികാൽ, ജൻകാൽ ഇതെന്തുമായി ബന്ധപ്പെട്ടതെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, യഥാർത്ഥത്തിൽ ഇതിനൊരു സമാനമായൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. മഴ മുന്നറിയിപ്പിന് നമ്മൾ പണ്ടൊരു കോഡ് പഠിച്ചിട്ടുണ്ട്, ROY. ഏറ്റവും കൂടുതൽ റെഡ്, ഓറഞ്ച്, യെല്ലോ, അതാണ് റോയ്. മഴ മുന്നറിയിപ്പിന് ഏറ്റവും തീവ്രമായ മഴ റെഡ് അലർട്ട്, ഓറഞ്ച് അലർട്ട്, യെല്ലോ അലർട്ട്. ആ മഴയുടെ തീവ്രതയെ കാണിക്കുകയാണ്. ഇതുപോലെ ഉള്ളതാണ് വരൾച്ചയുടെ തീവ്രതയെ കാണിക്കുന്ന വരൾച്ച, ഡ്രൗട്ട് എന്ന് പറഞ്ഞ വരൾച്ച. ഡ്രൗട്ടിനോടനുബന്ധിച്ചാണ് ഫാമിൻ, ക്ഷാമവും ഉണ്ടാകാം. അതിനെ സൂചിപ്പിക്കാനായിട്ട്, അതിൻ്റെ തീവ്രത സൂചിപ്പിക്കാനായിട്ട്, വരൾച്ചയുടെയും ഫാമിൻ്റെയും തീവ്രത സൂചിപ്പിക്കാനായിട്ട് നമ്മുടെ രാജ്യത്ത് ഉപയോഗിച്ചിരുന്ന പദങ്ങളാണ് അകാൽ, ത്രികാൽ, ജൻകാൽ. ഈ അകാൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഫാമിൻ, അതുപോലെ തന്നെ സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്. ഇതാണ് അകാൽ മീൻസ് ഫാമിന്, ക്ഷാമവും ഫാമിൻ ഫുഡിൻ്റെയും സ്കേഴ്സിറ്റിയെ കാണിക്കുന്നതാണ്. അപ്പോൾ അകാൽ എന്ന് പറയുന്നത് വരൾച്ചാക്കാലത്ത് അകാൽ എന്ന് പറഞ്ഞാൽ അവിടെ ഫാമിനും ഉണ്ട്, ഫുഡിൻ്റെ സ്കേഴ്സിറ്റിയും ഉണ്ട്. അതാണ് അകാലെന്ന് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അകാൽ ഇത് വരൾച്ചയെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. AKAL അകാൽ. ഇനി ത്രികാൽ എന്ന് പറഞ്ഞപ്പോൾ 3 മനസ്സിലായി. നമ്മുടെ രാജ്യത്ത് ധാരാളം വരൾച്ച വന്നിട്ടുണ്ട്, ഫാമിൻ വന്നിട്ടുണ്ട്, ധാരാളം ആളുകൾ മരിച്ചിട്ടുണ്ട്, ഫാമിൻ കമ്മീഷൻസ് നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ത്രികാലം എന്ന് പറഞ്ഞാൽ 3 അപ്പോഴേ മനസ്സിലായി. ഇനി ഇത് മനസ്സിലായില്ല 3. ഈ 3 പറയുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫുഡിൻ്റെ സ്കേഴ്സിറ്റി, അതുപോലെ വാട്ടർ, കന്നുകാലിത്തീറ്റ. ഇത് 3 കൂടെ ഒരുമിച്ച് ക്ഷാമം ഉണ്ടാവുകയാണെങ്കിൽ, അത് കിട്ടാതെ വരികയാണെങ്കിൽ ഇതിന് പറയുന്ന പേരാണ് ത്രികാൽ. വരൾച്ചയിലെ ത്രികാൽ അവസ്ഥ എന്ന് പറയുന്നത് ഫുഡും കിട്ടുന്നില്ല ആവശ്യത്തിന്, ഫുഡിൻ്റെ ക്ഷാമമുണ്ട്, അതുപോലെ തന്നെ വാട്ടറിൻ്റെ ക്ഷാമമുണ്ട്, അതുപോലെ തന്നെ ഫോഡർ കന്നുകാലിത്തീറ്റയുടെയും ക്ഷാമമുണ്ട്. അതിനാണ് ത്രികാൽ, ഡ്രൗട്ട്, വരൾച്ച എന്ന് പറയുന്നത്. ഇനി ജൻകാൽ എന്ന് പറയുന്നത് ജലത്തിൻ്റെ വരൾച്ച, ജലം ലഭിക്കാതിരിക്കുന്ന കാലഘട്ടം. അതായത് മഴയുടെ കുറവ് കൊണ്ട് ജലം ലഭിക്കാത്തതിനാണ് ജൻകാൽ. ജൻകാൽ ഒക്കെ നമുക്ക് പിടിക്കാൻ പറ്റുമല്ലേ? അപ്പോൾ ഈ അകാൽ, ട്രികാൽ, ജൻകാൽ ഏത് ദുരന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദുരന്തം എന്ന് പറയുന്നത് വരൾച്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വരൾച്ച, ഡ്രൗട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എൻ്റെ സുഹൃത്തുക്കൾ കാര്യം മനസ്സിലായെന്നോ? വരൾച്ചയുടെ തീവ്രതയെ കാണിക്കാനാണ്. അപ്പോൾ അകാൽ സമയമെന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഫാമിൻ ഓഫ് ഫുഡ് കിട്ടാതെ വരുന്ന സമയമാണ്. ഫാമിൻ വരിക, സ്കേഴ്സിറ്റി ഓഫ് ഫുഡാണ് അകാൽ. ത്രികാൽ എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളുടെ ക്ഷാമം ഉണ്ടാകും. ഈ വരൾച്ചാക്കാലത്ത് ട്രികാൽ വരൾച്ചാക്കാലം, ജൻകാൽ വരൾച്ചാക്കാലം എന്ന് പറയുന്ന 3 കാലങ്ങളാണെന്ന് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഇത് ഞാൻ വെറുതെ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് ഇട്ട് വെക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും കാണുമെന്ന് അറിയാനാണ്. എന്താ നിങ്ങളിപ്പോൾ എന്നെ കളിയാക്കുകയാണ്, ചക്രവാണി സാറിന് വേറെ ജോലിയില്ലേ? എത്രയോ ആണുങ്ങൾ ക്ലാസ് നടത്തുന്നുണ്ട്, അതിലൊക്കെ കുട്ടികളും കണ്ട് കാണുന്നുണ്ട്, ഞങ്ങൾ പൈസയും കൊടുക്കുന്നുണ്ട്. അടുത്തത്, നമ്മുടെ രാജ്യത്ത് നോട്ട് നിരോധിച്ചത് 2016 നവംബർ 8. 2016 നവംബർ 8 ഊർജിത് പട്ടേലിൻ്റെ കാലത്താണെന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. ശരി, മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 2026 ഫിഫ വേൾഡ് കപ്പ് 2026 നടന്നത് കാനഡ, അമേരിക്ക, മെക്സിക്കോ കേന്ദ്രീകരിച്ചാണ് 2026 ഫിഫ വേൾഡ് കപ്പ് നടന്നത്. അതിൻ്റെ 23ാമത്തെ എഡിഷനാണ്. 23ാമത്തെ എഡിഷൻ 48 രാജ്യങ്ങൾ പങ്കെടുത്തു. 48 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. അതിൻ്റെ ഫൈനൽ മത്സരം നടന്നത് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലാണ്. ന്യൂയോർക്കിലുള്ള ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലാണ് ഇതിൻ്റെ ഫൈനൽ മത്സരം നടന്നത്. ഫൈനൽ മത്സരത്തിൽ ഏർപ്പെട്ടത് സ്പെയിനും അർജൻറ്റീനയുമാണ്. സ്പെയിൻ ജയിച്ചു. എത്ര ഗോളിനാണ് ജയിച്ചത് പറയണോ? 1 ഗോളിനാണ് ജയിച്ചത്. അതായത് സ്പെയിനിന് 1 ഗോള്, അർജൻറ്റീനയ്ക്ക്
ഗോളടിക്കാൻ പറ്റിയിട്ടില്ല. ഒരു അന്തർദേശീയ ഫുട്ബോൾ മത്സരത്തിൻ്റെ ദൈർഘ്യം 90 മിനിറ്റാണ്. പണ്ടൊരു ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2030 വേൾഡ് ഫുട്ബോൾ മത്സരം നടക്കാൻ പോകുന്നത് യൂറോപ്പിൽ വെച്ചിട്ടാണ് ആ മത്സരം നടക്കാൻ പോകുന്നത്. സ്പെയിൻ, പിന്നെ അതുപോലെ തന്നെ മൊറോക്കോയിൽ മത്സരം നടക്കും. പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇത് നടക്കുന്നത്. മൊറോക്കോ ആഫ്രിക്കൻ രാജ്യമാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. 2026 ഫിഫ വേൾഡ് കപ്പ് 23ാമത്തെ എഡിഷനിൽ 48 രാജ്യങ്ങൾ പങ്കെടുത്തപ്പോൾ 1ാം സ്ഥാനം സ്പെയിൻ വിജയി, റണ്ണർ അപ്പ് അർജൻറ്റീന, 3ാം സ്ഥാനം കിട്ടിയത് ഇംഗ്ലണ്ടിനാണ്. സെമി ഫൈനൽ കളിച്ചത് ഇംഗ്ലണ്ടും ഫ്രാൻസുമാണ്. അത് ഇംഗ്ലണ്ടിന് 6 ഗോൾ കിട്ടി, ഫ്രാൻസിന് 5 ഗോൾ കിട്ടി. വേണമെങ്കിൽ ഇനി അടുത്ത ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കാം. 2024 ഒളിമ്പിക്സ് നടന്നത് ഒളിമ്പിക്സിൻ്റെ 33ാമത്തെ എഡിഷനാണ്. അത് നടന്നത് പാരീസിൽ വെച്ചിട്ടാണ് നടന്നത്. പാരീസ് എന്ന് പറഞ്ഞാൽ ഫ്രാൻസിൻ്റെ തലസ്ഥാനമാണ് പാരീസ്. അതിൽ ഇന്ത്യക്ക് 71ാം സ്ഥാനം കിട്ടി. ഇന്ത്യക്ക് 1 വെള്ളിയും 5 വെങ്കലവുമാണ് ലഭിച്ചത്. 2024 പാരീസ് ഒളിമ്പിക്സ് 33ാമത്തെ എഡിഷൻ. 34ാമത്തെ എഡിഷൻ നടക്കാൻ പോകുന്നത് ഒളിമ്പിക്സ് ലോസ് ഏഞ്ചൽസ് അമേരിക്കയിലാണെന്ന് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. അമേരിക്കയിലാണ്. ഇപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സ് 33ാമത്തെ നടന്നപ്പോൾ ഇന്ത്യക്ക് 71ാം സ്ഥാനം കിട്ടി. മൊത്തം 6 മെഡൽ കിട്ടി, സ്വർണ്ണമില്ല. അന്ന് ഉപയോഗിച്ച ഒരു സിമ്പലാണ് ഫ്രിജിയൻ തൊപ്പി. ഫ്രിജിയൻ തൊപ്പി ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ ചിഹ്നമായി അന്ന് ആളുകൾ ഉപയോഗിച്ചതാണ് ഫ്രിജിയൻ തൊപ്പി. ഉച്ചാരണത്തിന് ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. ഫ്രിജിയൻ തൊപ്പി അതൊന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. അടുത്ത് കേരള മാർക്സ് എന്ന് വിളിക്കുന്നത് കെ ദാമോദരനെയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ മുൻകൈയെടുത്തയാൾ, മാർക്സിസ്റ്റ് തിയറിറ്റീഷ്യൻ ആൻഡ് തിങ്കർ. കേരള മാർക്സ് എന്ന് വിളിക്കുന്നു കെ ദാമോദരനെ. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതിയാണ് പാട്ടബാക്കി. ആദ്യത്തെ രാഷ്ട്രീയ നാടകമാണ് മലയാളത്തിലെ. അതേപോലെ തന്നെ ഭാരതീയ ചിന്ത, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ഭാരതീയ ചിന്ത എന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. കേരള മാർക്സ് എന്നറിയപ്പെടുന്ന കെ ദാമോദരൻ. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ എന്തിനെ കുറിച്ച് പറയുന്നു? 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നു. ഈ അടുത്ത കാലത്ത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നിർത്തലാക്കിയ രാജ്യം ഏതാ? ധാരാളം രാജ്യങ്ങളിൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നിർത്തലാക്കിയിട്ടുണ്ട്, വധശിക്ഷ നിർത്തലാക്കിയിട്ടുണ്ട്. എന്നാൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് റീസെൻ്റ്ലി അവസാനിപ്പിച്ച രാജ്യം ലെബനൻ എന്നാണ്. ലെബനൻ ഒരു ഏഷ്യൻ രാജ്യമാണ്, മിഡിൽ ഈസ്റ്റിലുള്ളതാണ് ലെബനൻ. എൻ്റെ തലസ്ഥാനം ബെയ്റൂട്ടാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ ഇത് ഒരു കറണ്ട് അഫയേഴ്സിന് ചോദിക്കാം. അതുപോലെ തന്നെ എൻ ശേഷാദ്രിനാഥൻ ആരാണ്? എൻ ശേഷാദ്രിനാഥൻ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇലക്ഷൻ നടത്തുന്ന ഇലക്ഷൻ കമ്മീഷൻ, അതിൻ്റെ അധ്യക്ഷനാണ് എൻ ശേഷാദ്രിനാഥൻ. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ ആർട്ടിക്കിൾ 243K, 243 73-74 ഭരണഘടനാ ഭേദഗതി അനുസരിച്ചിട്ടാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്. 93-ലാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ചതെന്നുകൂടി മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്. അടുത്തത് കാക്കനാടൻ എന്ന് പറയുന്ന സാഹിത്യകാരൻ്റെ യഥാർത്ഥ പേര് ജോർജ് വർഗീസാണ്. കാക്കനാടിൻ്റെ യഥാർത്ഥ പേര് ജോർജ് വർഗീസ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതിയാണ് ഉഷ്ണമേഖല കാക്കനാടൻ്റെ കൃതിയാണ്. അതേപോലെ തന്നെ വസൂരി അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചെറുകഥയാണ് ഒറോദ എന്ന് പറയുന്ന ചെറുകഥ. ഇത് പരീക്ഷയ്ക്ക് നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഒറോദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പേരാണ്. 99-ലെ വെള്ളപ്പൊക്കം 10/99, അതായത് 1924-ലെ 99-ലെ വെള്ളപ്പൊക്കത്തിൽ മീനച്ചനാറിൽ കൂടി ഒഴുകി വന്ന ഒരു പെൺകുട്ടിയുടെ കഥ വളരെ ഭംഗിയായി പറഞ്ഞിരിക്കുകയാണ് ഒറോദ എന്ന ചെറുകഥയിൽ കാക്കനാടൻ. അത് ഓർമ്മിച്ച് വെച്ചേക്കുക. കാക്കനാടൻ, ജോർജ് വർഗീസ്, ഉഷ്ണമേഖല, ഒറോദ, വസൂരി തുടങ്ങിയവ പ്രധാനപ്പെട്ട കൃതിയാണ്. അടുത്തത് പി മാളവിക ഏത് രംഗത്താണ് പ്രശസ്ത? പി മാളവിക ഇന്ത്യൻ വനിതാ ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ് പി മാളവിക എന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. അടുത്തത് അമേരിക്കയിലെ 2 സ്ഥലങ്ങൾ ഞാൻ പറയുകയാണ്. ലൂസിയാന, അലാസ്ക.
അമേരിക്ക ഈ ലൂസിയാന എന്ന പ്രദേശം ആരിൽ നിന്നാണ് വിലയ്ക്ക് വാങ്ങിയത്? PSC ഒരു മാർക്ക്. അമേരിക്ക ലൂസിയാന എന്ന പ്രദേശം വിലയ്ക്ക് വാങ്ങിയത് ഫ്രാൻസിൽ നിന്നാണ്. ഫ്രാൻസിൽ നിന്നാണ് ലൂസിയാന എന്ന സ്ഥലം അമേരിക്ക വിലയ്ക്ക് വാങ്ങിയത്. PSCക്ക് ചോദിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ 50 സ്റ്റേറ്റാണ്. 47ാമത്തെ പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ്. JD വാൻസാണ് അവിടുത്തെ വൈസ് പ്രസിഡൻ്റ് എന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. റിബോൺ വെള്ളച്ചാട്ടം അമേരിക്കയിലാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അതുപോലെ തന്നെ അലാസ്ക എന്ന് പറയുന്ന പ്രദേശം, അലാസ്ക അമേരിക്കയിലെ 50 സ്റ്റേറ്റുകളിൽ ഏറ്റവും വലുതാണ് അലാസ്ക. ഈ അലാസ്ക അമേരിക്ക വിലയ്ക്ക് വാങ്ങിയത് USSRൻ്റെ കയ്യിൽ നിന്നാണ്, അല്ലെങ്കിൽ റഷ്യയുടെ കയ്യിൽ നിന്നാണെന്ന് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇന്ന് ക്ലാസ് എടുക്കണ്ടെന്ന് വിചാരിച്ചാണ്, എന്നാലും മനസ്സ് കേട്ടില്ല. അതുകൊണ്ട് വേറെ ഒരു നോട്ട് തയ്യാറാക്കിയാണ് വന്നത്. ഒരു വലിയ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ അതൊക്കെ എടുത്താൽ നിങ്ങൾക്ക് കേൾക്കാനുള്ള മനസ്സിൽ നിങ്ങളെ കൊണ്ട് പറ്റില്ല. 2026 ബ്രിക്സ് സമ്മേളനം നടക്കാൻ പോകുന്നത് ഇന്ത്യയിലാണ്. 2026 ബ്രിക്സ് സമ്മേളനം. 2027 ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് ചൈനയിലാണെന്ന് മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്. അടുത്തത്, ദുഗ്ഗിരാല ഗോപാലകൃഷ്ണാചാര്യ ആരാണ്? ദുഗ്ഗിരാല ഗോപാലകൃഷ്ണാചാര്യ ആരാണ്? ഇദ്ദേഹമാണ് ചിരാല പെരാല എന്ന് പറയുന്ന സമരത്തിന് നേതൃത്വം കൊടുത്തത്. ചിരാല പെരാല എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്, അത് ആന്ധ്രാപ്രദേശിലാണ്. ഈ ചിരാല പെരാല പ്രദേശത്ത് നികുതി കൂട്ടിയപ്പോഴത്തേക്ക് അവിടുത്തെ ജനങ്ങൾ മൊത്തത്തിൽ ആ നികുതി അടയ്ക്കാതെ മറ്റൊരു സ്ഥലത്തേക്ക് പോയി താമസിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി. ഇപ്പോൾ ചിരാല പെരാല ഒരു പ്രദേശമാണ്, അത് ഓർമ്മിച്ച് വെച്ചേക്കുക. 1919 ഈ സമരം നടന്നത്, ആന്ധ്രാപ്രദേശിലാണ്. ദുഗ്ഗിരാല ഗോപാലകൃഷ്ണാചാര്യാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. നികുതിയുമായി ബന്ധപ്പെട്ടതാണെന്നും ചിരാല പെരാല എന്ന പ്രദേശത്താണ് ഈ സമരപരിപാടികൾ ബ്രിട്ടീഷുകാർക്കെതിരായി നടത്തിയതെന്നും ഓർമ്മിച്ച് വയ്ക്കേണ്ടതുണ്ട്. 1753 മാവേലിക്കര സന്ധി, അടുത്ത കാലത്ത് PSCക്ക് ചോദിച്ചതാണ്. 1753 മാവേലിക്കര സന്ധി ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ്. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണെന്ന് മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിനിൻ്റെ പേര് നമോ ഗ്രീൻ ട്രെയിൻ എന്നാണ്. നമോ ഗ്രീൻ ട്രെയിൻ, അത് ഹരിയാനയിലാണ് അത് ഓടിത്തുടങ്ങിയത്. 2026 പ്രധാനമന്ത്രിയാണത് ഉദ്ഘാടനം ചെയ്തത് എന്ന് ഓർമ്മിച്ച് വയ്ക്കേണ്ടതുണ്ട്. 2026 കോമൺവെൽത്ത് ഗെയിംസ് 23ാമത്തെ എഡിഷൻ നടന്നത് ഗ്ലാസ്ഗോയിലാണ്. ഓസ്ട്രേലിയയ്ക്ക് 1ാം സ്ഥാനം കിട്ടി, UK-ക്ക് 2ാം സ്ഥാനം കിട്ടി, കാനഡയ്ക്ക് 3ാം സ്ഥാനം, ഇന്ത്യക്ക് 4ാം സ്ഥാനം കിട്ടി. 2026 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് 4ാം സ്ഥാനം കിട്ടി. മൊത്തം 39 മെഡൽ ലഭിച്ചു. സ്കോട്ട്ലൻഡിനും 39 മെഡൽ ലഭിച്ചു എന്നുള്ളത് ഓർമ്മിച്ച് വെച്ചേക്കുക. ഇവിടെ ഒരു ചെറിയ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അരമണിക്കൂർ ക്ലാസ് ഇട്ടാൽ പോലും കാണാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഇതൊരു കൊച്ചു ക്ലാസ് ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു 5-6 പേരെങ്കിലും കാണുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ ക്ലാസ് കൂടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.